गोविन्दं भज गोविन्दं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिते काले नहि नहि रक्षति डुगृञ्जकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे मूढजहीः धनागमतृष्णा कुरु सद्बुद्धिं मनसि वितृष्णा मूढजहीः धनागमतृष्णा कुरु सद्बुद्धिं मनसि वितृष्णा यल्लभसे निजकर्मोपात्तं वित्तं तेन विनोदय चित्तं भज गोविन्दं भज गोविन्दं भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सम्प्राप्ते सन्निहिते काले नहि नहि रक्षति डुगृञ्जकरणे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे മനുഷ്യനെപ്പോഴും ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുകയാണ്. അവന് എത്ര കിട്ടിയാലും മതിയാവില്ല. 1 കിട്ടിയാൽ 5, 5 കിട്ടിയാൽ 100, 100, 1000, അങ്ങനെ ദശശതീന്യായമാണ്. 10, 100, 1000, 10,000, ലക്ഷം ഇങ്ങനെ കണക്കിൽ പോവുകയാണ്. അങ്ങനെ അവൻ്റെ ആശ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ ഒരിക്കലും ശമിക്കുന്നില്ല. അതുകൊണ്ടുകൊണ്ട് ഭഗവാൻ ഇത് ശങ്കരാചാര്യർ പറയുകയാണ്, മൂഢജഹീഹി ധനാഗമതൃഷ്ടാം കുരു സദ്ബുദ്ധിം മനസ്സി വിതൃഷ്ണം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. ഹേ മൂഢ, കാര്യാകാര്യ വിവേകമില്ലാത്ത അല്ലയോ മനുഷ്യ, നീ ധനത്തിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചിന്ത വിടൂ. ധനാഗമത്തിലുള്ളതായ തൃഷ്ണ, ആഗ്രഹം, അത് നീ ഉപേക്ഷിക്കൂ. ധനാഗമ തൃഷ്ണ ഉപേക്ഷിക്കൂ. പിന്നെ മനസ്സ് നല്ല ബുദ്ധി സ്വീകരിക്കൂ. ബുദ്ധിയെ ദുർമാർഗത്തിൽ സഞ്ചരിപ്പിക്കരുത്, അതിനെ നല്ല നിലയിൽ സൂക്ഷിക്കൂ. മനസ്സിൽ ധനത്തെക്കുറിച്ചുള്ളതായ ആഗ്രഹത്തെ വിടയൂ. മനസ്സിൽ നിന്ന് ആ ആഗ്രഹം നീക്കൂ. കാരണം ഈ ആഗ്രഹം മനസ്സിലുണ്ടായാൽ അതൊരിക്കലും ശമിക്കുകയില്ല, കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയുള്ളൂ. നേരെ ഹവിസ്, നെയ്യ് തീയിലൊഴിച്ചാൽ തീ കെടുകയല്ല, തീ വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മനസ്സ് അങ്ങനെ ഇരുന്നാൽ ആഗ്രഹം കൂടിക്കൂടി വരികയുള്ളൂ, ഒരിക്കലും അതാവില്ല. എന്നാൽ യാത് കാമക്കാമാനാം ഉപഭോഗേന സമ്യതീന. ഈ ധനാഗമത്തിലുള്ള ആഗ്രഹം ധനം കിട്ടുന്തോറും വളരുകയല്ലാതെ അവന് സംതൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ഹേ മൂഢ, നീ ഒരു കാര്യം ചെയ്യൂ. നീ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവൃത്തി കൊണ്ട്, നിൻ്റെ പ്രവൃത്തി കൊണ്ട് എന്ത് കിട്ടുന്നുവോ അതുകൊണ്ട് സന്തോഷിക്കൂ. യല്ലഭസേ നിജ കർമ്മോപാത്തം. തൻ്റെ കർമ്മം കൊണ്ട് താൻ നേടുന്നത് ഏതാണോ നിനക്ക് കിട്ടുന്നത്, വിത്തം ആ തേന വിനോദയ ചിത്തം. ആ ധനം കൊണ്ട് നീ മനസ്സിനെ സന്തോഷിപ്പിക്കൂ. അല്ലാതെ കൂടുതൽ ആഗ്രഹം വേണം, അത് കൂടുതൽ എനിക്ക് പണമുണ്ടാകണം എന്നാഗ്രഹിച്ചാൽ നിനക്ക് ഒരിക്കലും മനസ്സിന് ശാന്തി ഉണ്ടാവില്ല, മനസ്സ് അസ്വസ്ഥമാവുകയുള്ളൂ. മനസ്സ് അശാന്തമായാൽ ഒരിക്കലും സുഖമുണ്ടാവുകയുമില്ല. നീ സുഖം നേടാനാണ് ധനം ആഗ്രഹിക്കുന്നത്, പക്ഷേ അത് നേരെ മറിച്ച് നിന്നെ ദുഃഖത്തിൽ ആഴ്ത്തുകയേ ഉള്ളൂ. ആണ് യല്ലഭസേ നിജ കർമ്മോപാത്തം. നിജ കർമ്മം കൊണ്ട് വന്നു ചെയ്യുന്നതായ യാതൊന്നാണ് നിനക്ക് ലഭിക്കുന്നത്. വിത്തം തേന വിനോദയ ചിത്തം. അതിന് മനസ്സിൽ
സന്തോഷിപ്പിച്ച സന്തോഷത്തോടു സ്വീകരിക്കൂ, അങ്ങനെ സന്തോഷിക്കൂ. അല്ലാതെ കൂടുതൽ കൂടുതൽ ആഗ്രഹിച്ചാൽ നിനക്കൊരിക്കലും മനസ്സിന് സമാധാനമുണ്ടാവില്ല. നരന്ന് തൻ ജീവിതം ആശ മൃത്യു നൈരാശ്യമെന്നാണ് അഭിയുക്ത വാക്യം എന്ന്. അപ്പോൾ ഭഗവാൻ സൃഷ്ടിയുടെ ആരംഭത്തിലും ഭഗവാൻ ഈശ്വരൻ സ്വകാമയത എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആഗ്രഹിച്ചു, സങ്കല്പിച്ചു ഞാൻ അനേകമാകുന്നു. അപ്പോൾ സൃഷ്ടിയും കാമത്തിൽ നിന്നാണ്, ഇത് സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഇവിടെയും ആഗ്രഹം വേണം. ആഗ്രഹമുണ്ടെങ്കിലേ മനുഷ്യ ജീവിതം മുൻപോട്ട് പോകാനാകൂ. ആഗ്രഹമില്ലാതായോ അന്നത് നാശവുമാണ്. അതുകൊണ്ട് ആഗ്രഹമാകാം, പക്ഷേ ദുരാഗ്രഹമോ അത്യാഗ്രഹമായി മാറിയാൽ അപകടമാണ്. അതുകൊണ്ടാണ് നാം എപ്പോഴും പറയാറുള്ളത് അതിസർവത്ര വർജയേ. എല്ലാ അതി ചേർന്നതൊക്കെ വിടണം, അതെല്ലാം അപകടമാണ്.